أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിൽ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറയുന്നു. അതിനുശേഷമുള്ളതിനെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അതാകട്ടെ അവരുടെ പക്കലുള്ളതിനെ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന സത്യമാണു താനും. പറയുക, നിങ്ങൾ വിശ്വാസികൾ തന്നെയെങ്കിൽ ഇതിനു മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തു കാരണത്താലായിരുന്നു? وَلَقَدْ جَاءَكُمْ مُوسَى بِالْبَيِّنَاتِ ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ തീർച്ചയായും സ്പഷ്ടമായ തെളിവുകളോടുകൂടി മൂസ നിങ്ങളുടെ അടുക്കൽ വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം സീനായ് മലയിലേക്ക് പോയപ്പോൾ നിങ്ങൾ അക്രമികളായിക്കൊണ്ട് പശുക്കുട്ടിയെ ആരാധ്യവസ്തുവാക്കി. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا قَالُوا سَمِعْنَا وَعَصَيْنَا وَأُشْرِبُوا فِي قُلُوبِهِمُ الْعِجْلَ بِكُفْرِهِمْ قُلْ بِئْسَ مَا يَأْمُرُكُمْ بِهِ إِيمَانُكُمْ إِن كُنتُم مُؤْمِنِينَ നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്കുമീതെ സീനാമലയെ ഉയർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം നിങ്ങൾക്ക് നൽകിയതിനെ മുറുകെ പിടിക്കുകയും കേട്ട് അനുസരിക്കുകയും ചെയ്യുക എന്നു നാം പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നുവെന്നാണവർ നിങ്ങളിലെ നമ്മുടെ അന്നത്തെ സംബോധിതർ മറുപടി പറഞ്ഞത്. അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ പശുക്കുട്ടിയോടുള്ള സ്നേഹം നിലീനമാക്കപ്പെട്ടു. പറയുക, നിങ്ങൾ വിശ്വാസികളാണെന്ന് വാദിക്കുന്നുവെങ്കിൽ ഏതൊന്നിനായി നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നുവോ അത് വളരെ നീചം തന്നെ. قُلْ إِن كَانَتْ لَكُمُ الدَّارُ الْآخِرَةُ عِندَ اللَّهِ خَالِصَةً مِّن دُونِ النَّاسِ فتمنوا الموت إن كنتم صادقين പറയുക, മറ്റു മനുഷ്യർക്കില്ലാതെ അല്ലാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾക്കു മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. وَلَن يَتَمَنَّوْهُ أَبَدًا بِمَا قَدَّمَتْ أَيْدِيهِمْ وَاللَّهُ عَلِيمٌ بِالظَّالِمِينَ എന്നാൽ അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ച പാപകൃത്യങ്ങൾ നിമിത്തം അവർ അതിനായി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അല്ലാഹു അധർമ്മികളെ സംബന്ധിച്ച് നല്ലവണ്ണം അറിയുന്നവനത്രേ. وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا يَوَدُّ أَحَدُهُمْ لَوْ يُعَمَّرُ 1000 سَنَةٍ وَمَا هُوَ بِمُزَحْزِحِهِ مِنَ الْعَذَابِ أَن يُعَمَّرَ وَاللَّهُ بَصِيرٌ بِمَا يَعْمَلُونَ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അധികം ജീവിക്കുവാൻ ആസക്തിയുള്ളവരായി അവരെയും ബഹുദൈവ വിശ്വാസികളിൽ ചിലരെയും നിനക്കു കാണാം.
1000 വർഷം ജീവിച്ചാൽ കൊള്ളാമെന്ന് അവരിൽ ഓരോരുത്തനും ആഗ്രഹിക്കുന്നു. എന്നാൽ അവന് ദീർഘായുസ് ലഭിക്കുകയെന്നത് അവനെ ശിക്ഷയിൽ നിന്ന് യാതൊരു വിധത്തിലും ഒഴിവാക്കുന്നതല്ല. അവർ പ്രവർത്തിക്കുന്നത് അല്ലാഹു നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നു. قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين. പറയുക, ജിബ്രീൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ഇതിനെ, ഖുർആനെ, അതിനു മുമ്പിലുള്ളതിനെ, ദൈവിക ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതും സത്യവിശ്വാസികൾക്ക് സന്മാർഗവും സുവിശേഷവും നൽകുന്നതുമായ നിലയിൽ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ച കാരണത്താൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ശത്രുവാകുന്നുവെങ്കിൽ അവർ ഓർത്തിരിക്കട്ടെ, ഏതൊരാൾ അല്ലാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും അവന്റെ ദൂതന്മാരുടെയും വിശിഷ്യ ജിബ്രീലിന്റെയും മീകായീലിന്റെയും ശത്രുവാകുന്നുവോ, നിശ്ചയമായും അല്ലാഹു അത്തരം നിഷേധികളുടെ ശത്രുവാകുന്നു. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ. തീർച്ചയായും നാം നിനക്ക് സ്പഷ്ടമായ തെളിവുകൾ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ആജ്ഞാലംഘകരല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. أَوَكُلَّمَا عَاهَدُوا عَهْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. എന്ത് അവർ ഓരോ കരാർ ചെയ്തപ്പോഴും അവരിൽ ഒരു വിഭാഗം അതിനെ വലിച്ചെറിയുകയാണല്ലോ ചെയ്തത്. എന്നല്ല, അവരിൽ അധികം പേരും വിശ്വസിക്കുന്നേയില്ല. وَلَمَّا جَاءَهُمْ رَسُولٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِّمَا مَعَهُمْ نَبَذَ فَرِيقٌ مِّنَ الَّذِينَ أُوتُوا الْكِتَابَ كِتَابَ اللَّهِ وَرَاءَ ظُهُورِهِمْ كَأَنَّهُمْ لَا يَعْلَمُونَ. അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിൽ നിന്നൊരു ദൂതൻ അവരുടെ അടുക്കൽ വന്നപ്പോൾ ഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗം അറിയാത്ത ഭാവത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ പിന്നിലേക്ക് തള്ളിമാറ്റിക്കളഞ്ഞു. وَاتَّبَعُوا مَا تَتْلُو الشَّيَاطِينُ عَلَى مُلْكِ سُلَيْمَانَ وَمَا كَفَرَ سُلَيْمَانُ وَلَكِنَّ الشَّيَاطِينَ كَفَرُوا يُعَلِّمُونَ النَّاسَ السِّحْرَ وَمَا أُنزِلَ عَلَى الْمَلَكَيْنِ بِبَابِلَ هَارُوتَ وَمَارُوتَ وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يَقُولَا إِنَّمَا نَحْنُ فِتْنَةٌ فَلَا تَكْفُرْ فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ وَمَا هُمْ بِضَارِّينَ بِهِ مِنْ أَحَدٍ إِلَّا بِإِذْنِ اللَّهِ وَيَتَعَلَّمُونَ مَا يَضُرُّهُمْ وَلَا يَنفَعُهُمْ وَلَقَدْ عَلِمُوا لَمَنِ اشْتَرَاهُ مَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ وَلَبِئْسَ مَا شَرَوْا بِهِ أَنفُسَهُمْ لَوْ كَانُوا يَعْلَمُونَ. സുലൈമാന്റെ ഭരണകൂടത്തിനെതിരെ പിശാചുക്കൾ, രാജ്യദ്രോഹികൾ അനുവർത്തിച്ചിരുന്ന നയം ഇവർ യഹൂദർ പിന്തുടർന്നിരിക്കുകയാണ്.
സുലൈമാൻ അവിശ്വസിച്ചിട്ടില്ല, എന്നാൽ പിശാചുക്കളാണ് അവിശ്വസിച്ചിരുന്നത്. അവർ ജനങ്ങൾക്ക് വഞ്ചനാകൃത്യം പഠിപ്പിക്കാറുണ്ടായിരുന്നു. ഈ യഹൂദരുടെ വാദപ്രകാരം ബാബിലോണിയയിലെ 2 മലക്കുകളായ ഹാറൂത്ത് മാറൂത്ത് എന്നിവർക്ക് ഇറക്കപ്പെട്ടതിനെയും അവർ പിൻപറ്റുന്നു. പക്ഷേ നിശ്ചയമായും ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങളെ നിരാകരിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ 2 പേരും ആർക്കും ഒന്നും തന്നെ പഠിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇവർ, ഈ യഹൂദർ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിദ്യ അവർ 2 പേരിൽ നിന്നും അവരുടെ ചരിത്ര സംഭവത്തിൽ നിന്നും പഠിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ഹാറൂത്തും മാറൂത്തും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ അതുമൂലം ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല. ഇതിനെതിരായി തങ്ങൾക്കു തന്നെ ഉപദ്രവകരമായതും ഉപകരിക്കാത്തതുമായ കാര്യങ്ങളാണ് ഇവർ, ഈ യഹൂദികൾ, പഠിപ്പിക്കുന്നത്. ഈ മാർഗം കൈക്കൊണ്ടിട്ടുള്ളവർക്ക് പരലോകത്ത് യാതൊരംശവുമില്ലെന്ന് അവർ നല്ലവണ്ണം അറിഞ്ഞിട്ടുണ്ട്. എന്തിനു പകരം അവർ സ്വന്തം ആത്മാക്കളെ വിറ്റിരിക്കുന്നുവോ അതത്ര നികൃഷ്ടം. അവർ ഇത് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون. അവർ വിശ്വസിക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഏറ്റവും ഉത്തമമാകുമായിരുന്നു. അവർ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ. يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകനെ അഭിസംബോധന ചെയ്തു റായിന, ഞങ്ങളെ പരിഗണിക്കണമെന്ന് പറയരുത്, ഉൻലുർന, ഞങ്ങളെ നോക്കുക എന്ന് പറയുകയും വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഓർമ്മിക്കുക, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ما يود الذين كفروا من أهل الكتاب ولا المشركين أن ينزل عليكم من خير من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم. വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുള്ളവർ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഇറക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ കാരുണ്യം പ്രത്യേകമായി നൽകുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹത്തിന്റെ നാഥനാകുന്നു. ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. ഏതെങ്കിലും ഒരു സന്ദേശം നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിസ്മൃതമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമോ തത്തുല്യമോ ആയത് നാം കൊണ്ടുവരുന്നതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ألم تعلم أن الله له ملك السماوات والأرض وما لكم من دون الله من ولي ولا نصير. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനു മാത്രമുള്ളതാണെന്നും അള്ളാഹുവല്ലാതെ നിങ്ങൾക്ക് വല്ല രക്ഷാധികാരിയോ സഹായിയോ ഇല്ലെന്നും നീ അറിഞ്ഞിട്ടില്ലേ? أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. ഇതിനു മുമ്പ് മൂസായോട് ചോദ്യം ചെയ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രവാചകനോട് നിങ്ങളും ചോദ്യം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണോ? ആരാണോ വിശ്വാസത്തിനു പകരം സത്യനിഷേധം സ്വീകരിക്കുന്നത് അവൻ തീർച്ചയായും നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയതു തന്നെ.
وَدَّ كَثِيرٌ مِّنْ أَهْلِ الْكِتَابِ لَوْ يَرُدُّونَكُم مِّن بَعْدِ إِيمَانِكُمْ كُفَّارًا حَسَدًا مِّنْ عِندِ أَنفُسِهِم مِّن بَعْدِ مَا تَبَيَّنَ لَهُمُ الْحَقُّ فَاعْفُوا وَاصْفَحُوا حَتَّى يَأْتِيَ اللَّهُ بِأَمْرِهِ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. വേദക്കാരിൽ ബഹുഭൂരിഭാഗവും അവർക്ക് സത്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിലെ അസൂയ നിമിത്തം നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം നിഷേധികളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തന്റെ വിധി നടപ്പിൽ വരുത്തുന്നതുവരെ നിങ്ങൾ അവരോട് പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിശ്ചയമായും അല്ലാഹു അവനുദ്ദേശിക്കുന്ന സർവകാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَمَا تُقَدِّمُوا لِأَنفُسِكُم مِّنْ خَيْرٍ تَجِدُوهُ عِندَ اللَّهِ إِنَّ اللَّهَ بِمَا تَعْمَلُونَ بَصِيرٌ. നമസ്കാരം മുറപ്രകാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും നന്മ നിങ്ങൾക്കായി മുൻകൂട്ടി ചെയ്തു വെക്കുന്നതായാൽ അല്ലാഹുവിങ്കൽ അത് നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഓർക്കുക, നിശ്ചയമായും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുന്നു. وَقَالُوا لَن يَدْخُلَ الْجَنَّةَ إِلَّا مَن كَانَ هُودًا أَوْ نَصَارَىٰ تِلْكَ أَمَانِيُّهُمْ قُلْ هَاتُوا بُرْهَانَكُمْ إِن كُنتُمْ صَادِقِينَ. യഹൂദരും ക്രൈസ്തവരുമല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നവർ യഹൂദികളും ക്രിസ്ത്യാനികളും പറയുന്നു. അതവരുടെ വ്യാമോഹങ്ങളാണ്. പറയുക, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ നിങ്ങളുടെ തെളിവ് ഹാജരാക്കുക. بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون. അങ്ങനെയല്ല, ഏതൊരാൾ സുകൃതം ചെയ്യുന്നവനായിരിക്കെ അല്ലാഹുവിന് സ്വയം അർപ്പണം ചെയ്യുന്നുവോ അവന് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന്റെ പ്രതിഫലമുണ്ട്. അവർക്ക് ഭാവിയെക്കുറിച്ച് യാതൊന്നും ഭയപ്പെടാനില്ല, കഴിഞ്ഞതിനെക്കുറിച്ച് അവർ വ്യസനിക്കുന്നതുമല്ല. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ക്രിസ്ത്യാനികൾ സത്യമായ ഒരു പ്രമാണത്തിലും നിലകൊള്ളുന്നില്ലെന്ന് യഹൂദികൾ പറയുന്നു. യഹൂദികൾ സത്യമായ ഒരു പ്രമാണത്തിലും നിലകൊള്ളുന്നില്ലെന്ന് ക്രിസ്ത്യാനികളും പറയുന്നു. അവർ ഇരുകൂട്ടരും വേദം വായിക്കുന്നുമുണ്ട്. ഇപ്രകാരം അവർ പറയുന്നത് പോലെ അറിവില്ലാത്ത മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരുന്നുവോ അതേപ്പറ്റി പുനരുത്ഥാന നാളിൽ അല്ലാഹു അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നതാണ്. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم. അല്ലാഹുവിന്റെ പള്ളികളിൽ വച്ച് അവന്റെ നാമം സ്മരിക്കുന്നത് തടയുകയും അതുവഴി അവയുടെ നാശത്തിനായി ശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ അക്രമി മറ്റാരാണ്?
അള്ളാഹുവിനെ ഭയന്നുകൊണ്ടല്ലാതെ അവർക്ക് തന്നെയും അവയിൽ പ്രവേശിക്കുവാൻ അവകാശമില്ല. അവർക്ക് ഇഹത്തിൽ അപമാനമുണ്ട്, പരലോകത്ത് അവർക്ക് കഠിന ശിക്ഷയുമുണ്ടായിരിക്കും. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെതാകുന്നു. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. നിശ്ചയമായും അള്ളാഹു വിശാലത നൽകുന്നവനും സർവജ്ഞനുമാകുന്നു. വഖാലു ഇത്തഖദ അല്ലാഹു വലദാ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദി കുല്ലുൻ ലഹു ഖാനിതൂൻ. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. ബലഹീനതകളിൽ നിന്നൊക്കെ അവനത്രയും പരിശുദ്ധൻ. മാത്രമല്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റേതാകുന്നു. സർവവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. ബദീഉസ് സമാവാതി വൽ അർദി വഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനത്രേ അവൻ. ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഉണ്ടാവുക എന്നു മാത്രം അവൻ പറയുന്നു, അപ്പോൾ അതുണ്ടായിത്തീരുന്നു. وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون. അള്ളാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ എന്തെങ്കിലും അത്ഭുത ദൃഷ്ടാന്തം ഞങ്ങൾക്ക് വന്നു കിട്ടുകയോ ചെയ്യാത്തതെന്താണെന്ന് അറിവില്ലാത്തവർ ചോദിക്കുന്നു. ഇതേ പ്രകാരം ഇവർക്ക് മുമ്പുള്ളവരും ഇവർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടു കൂട്ടരുടെയും ഹൃദയങ്ങൾ പരസ്പരം സദൃശങ്ങളായിരിക്കുകയാണ്. ദൃഢമായി വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് നാം എല്ലാ തരത്തിലുള്ള അടയാളങ്ങളും വ്യക്തമായി വിവരിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. നിശ്ചയമായും നാം നിന്നെ സത്യത്തോടുകൂടി സുവിശേഷം അറിയിക്കുന്നവനും ശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവനുമായി അയച്ചിരിക്കുന്നു. നരകവാസികളെ സംബന്ധിച്ച് നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. നീ അവരുടെ മതത്തെ പിന്തുടർന്നെങ്കിലല്ലാതെ ജൂതന്മാരും ക്രിസ്ത്യാനികളും നിന്നെപ്പറ്റി ഒരിക്കലും സംതൃപ്തരാവുകയില്ല. പറയുക, നിശ്ചയമായും സാക്ഷാൽ മാർഗദർശനം അള്ളാഹുവിൻ്റെ മാർഗദർശനം മാത്രമാകുന്നു. നിനക്ക് വന്നു കിട്ടിയ അറിവിനു ശേഷം നീ അവരുടെ സ്വേച്ഛകളെ പിന്തുടരുന്ന പക്ഷം അള്ളാഹുവിങ്കൽ നിനക്ക് യാതൊരു മിത്രവും സഹായിയും ഉണ്ടാകുന്നതല്ല. الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. നാം ഗ്രന്ഥം നൽകിയിട്ട് മുറപ്രകാരം അതിനെ പാരായണം ചെയ്യുന്നവർ അതിൽ വിശ്വസിക്കുന്നു. ആരെങ്കിലും അതിൽ അവിശ്വസിക്കുന്നുവെങ്കിൽ അവരത്രേ നഷ്ടകാരികൾ. يا بني إسرائيل اذكروا نعمتي التي
أنعمت عليكم وأني فضلتكم على العالمين. ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എൻ്റെ അനുഗ്രഹവും ലോകജനതകളിൽ വച്ച് നിങ്ങളെ ഞാൻ ഉത്കൃഷ്ടരാക്കിയിരുന്നതും നിങ്ങൾ സ്മരിക്കുക. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. ഒരാളും മറ്റൊരാൾക്ക് യാതൊന്നിനും ഉപകരിക്കാത്തതും ഒരാളിൽ നിന്നും യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടാത്തതും ഒരാൾക്കും യാതൊരു ശുപാർശയും പ്രയോജനപ്പെടാത്തതും അവർ സഹായിക്കപ്പെടാത്തതുമായ ഒരു നാളിനെ നിങ്ങൾ സൂക്ഷിക്കുക. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قال ومن ذريتي قال لا ينال عهد الظالمين. ഇബ്രാഹീമിനെ അദ്ദേഹത്തിന്റെ നാഥൻ ചില കൽപ്പനകൾ വഴി പരീക്ഷിച്ച സന്ദർഭം ഓർക്കുക. അപ്പോൾ അദ്ദേഹം അവയെ പൂർത്തിയാക്കി. അവൻ അല്ലാഹു പറഞ്ഞു, ഞാൻ നിന്നെ ജനങ്ങൾക്ക് നേതാവാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ സന്തതികളിൽ നിന്നും നേതാക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. അവൻ അല്ലാഹു പറഞ്ഞു, എന്റെ ഉടമ്പടി അധർമ്മികൾക്ക് ബാധകമാകുകയില്ല. وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى وَعَهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَن طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. നാം ആ മന്ദിരത്തെ, കഅബയെ ജനങ്ങൾക്ക് സമ്മേളന കേന്ദ്രവും ഒരു സമാധാന സങ്കേതവുമാക്കുകയും ഇബ്രാഹീമിന്റെ പ്രാർത്ഥനാസ്ഥാനത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുകയെന്ന് നാം കൽപ്പിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും നമിക്കുന്നവർക്കും സാഷ്ടാംഗം പ്രണമിക്കുന്നവർക്കുമായി എന്റെ മന്ദിരത്തെ നിങ്ങൾ ശുദ്ധമാക്കി വെക്കുകയെന്ന് ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം ആജ്ഞ നൽകുകയും ചെയ്തു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُم بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. ഇബ്രാഹീം പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. എന്റെ നാഥ, നീ ഇതിനെ ഒരു നിർഭയ നഗരമാക്കുകയും ഇവിടത്തെ നിവാസികൾക്ക്, അവരിൽ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് നാനാതരം ഫലവർഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ. അവൻ അല്ലാഹു പറഞ്ഞു, വിശ്വസിക്കാത്തവനും ഞാൻ നൽകും. അവനെ അല്പകാലം സുഖം അനുഭവിപ്പിക്കുകയും പിന്നെ അവനെ നരകശിക്ഷയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതാണ്. ചെന്നെത്തുന്ന ആ സ്ഥലം വളരെ ദുഷിച്ചതു തന്നെ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. ഓർമ്മിക്കുക, ഇബ്രാഹീമും ഇസ്മായിലും മക്കയിലെ ആ മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുകയായിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നു ഈ സേവനത്തെ സ്വീകരിക്കണമേ. നിശ്ചയമായും എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും നീ തന്നെയാണല്ലോ.
ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾ ഇരുവരെയും നിന്നെ അനുസരിക്കുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാവിധങ്ങൾ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ നേരെ കാരുണ്യത്തോടെ തിരിയണമേ. നിശ്ചയമായും നീ നിന്റെ ദാസരുടെ നേരെ വളരെയധികം ശ്രദ്ധ തിരിക്കുന്നവനും കരുണാമയനുമാണ്. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഞങ്ങളുടെ നാഥ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞാനിയും നീ തന്നെയാകുന്നു. ومن يرغب عن ملة إبراهيم إلا من سفه نفسه وَلَقَدِ اصْطَفَيْنَاهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. വിഡ്ഢിത്തം സ്വയം സ്വീകരിച്ചവനല്ലാതെ ഇബ്രാഹീമിന്റെ മതത്തോട് ആരാണ് വിരസത കാണിക്കുക? നാം അദ്ദേഹത്തെ ഇഹത്തിൽ വരിഷ്ഠനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തീർച്ചയായും പരലോകത്തും അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ടവനായിരിക്കും. إذ قال له ربه أسلم قال أسلمت لرب العالمين. അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തോട് കീഴ്പ്പെടുക എന്ന് പറഞ്ഞപ്പോൾ സർവലോകനാഥന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. ഇബ്രാഹീം തന്റെ സന്തതികൾക്ക് ഇത് പ്രസ്തുത കാര്യം വസിയത്ത് ചെയ്യുകയുമുണ്ടായി. യാക്കൂബും വസിയത്ത് ചെയ്തു, എന്റെ സന്തതികളെ, സത്യമായും അല്ലാഹു ഈ മതത്തെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതിനാൽ അല്ലാഹുവിനോട് പരിപൂർണമായ അനുസരണം പുലർത്തുന്നവരായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. യാക്കൂബിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ സന്നിഹിതരായിരുന്നുവോ? എനിക്കുശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുകയെന്ന് അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അങ്ങയുടെ ദൈവത്തെ, അതായത് അങ്ങയുടെ പിതാക്കളായ ഇബ്രാഹീം, ഇസ്മായിൽ, ഇസ്ഹാഖ് എന്നിവരുടെ ആരാധ്യനായ ഏകദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നതാണ്. ഞങ്ങൾ അവനു മാത്രം കീഴ്പ്പെടുന്നവരുമാകുന്നു. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. അത് കഴിഞ്ഞുപോയ ഒരു സമുദായമാണ്. അവർ സമ്പാദിച്ചത്, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ അവർക്കുണ്ട്. നിങ്ങൾ സമ്പാദിച്ചത്, അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്കുമുണ്ട്.
അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കുകയില്ല. وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. നിങ്ങൾ യഹൂദികളോ ക്രിസ്ത്യാനികളോ ആകുവിൻ, നിങ്ങൾക്ക് നേർവഴി പ്രാപിക്കാമെന്നും അവർ പറയുന്നു. നീ അവരോട് പറയുക, അല്ല, ഏകദൈവ സിദ്ധാന്തത്തിൽ സ്ഥിരനിഷ്ഠനായ ഇബ്രാഹീമിന്റെ മാർഗമാണ് പിന്തുടരേണ്ടത്. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ആളായിരുന്നില്ല. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. നിങ്ങൾ മുസ്ലിങ്ങൾ പറയുക, ഞങ്ങൾ അല്ലാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കൂബിനും അദ്ദേഹത്തിന്റെ സന്തതികൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസയ്ക്കും ഈസയ്ക്കും നൽകപ്പെട്ടതിലും മറ്റു പ്രവാചകന്മാർക്ക് അവരുടെ നാഥനിൽ നിന്ന് നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആരുടെ ഇടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അല്ലാഹുവിനു മാത്രം കീഴ്പ്പെടുന്നവരുമാകുന്നു. فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചതുപോലുള്ളതിൽ ഈ അധ്യാപനത്തിൽ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചവരായി. ഇനി അവർ പിന്തിരിയുന്നുവെങ്കിൽ നിശ്ചയമായും അവർ ഭിന്നിപ്പിൽ തന്നെയാകുന്നു. അപ്പോൾ അവരിൽ നിന്ന് അവരുടെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് നിശ്ചയമായും അല്ലാഹു നിനക്ക് മതിയാകും. അവൻ നല്ലവണ്ണം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. صبغة الله ومن أحسن من الله صبغة ونحن له عابدون. മുസ്ലിങ്ങളെ പറയുക, ഞങ്ങൾ അല്ലാഹുവിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നവരാണ്. മതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിനേക്കാൾ ഉത്തമൻ മറ്റാരുണ്ട്? ഞങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാകുന്നു. قل أتحاجوننا في الله وهو ربنا وربكم ولنا أعمالنا ولكم أعمالكم ونحن له مخلصون. പറയുക, അല്ലാഹു ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനായിരിക്കെ നിങ്ങൾ അവനെപ്പറ്റി ഞങ്ങളോട് തർക്കിക്കുകയാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും. ഞങ്ങൾ അവനു തന്നെ ആത്മാർപ്പണം ചെയ്യുന്നവരാകുന്നു. أم تقولون إن إبراهيم وإسماعيل وإسحاق ويعقوب والأسباط كانوا هودا أو نصارى قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون. ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബും അദ്ദേഹത്തിന്റെ സന്താനങ്ങളും ജൂതരോ ക്രിസ്ത്യാനികളോ ആയിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? നീ അവരോട് പറയുക, നിങ്ങളാണോ അധികം അറിവുള്ളവർ, അതോ അല്ലാഹുവോ?
തന്റെ വശം അല്ലാഹുവിൽ നിന്നുള്ള ഒരു സാക്ഷ്യം മറച്ചുവെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല തന്നെ. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞുപോയൊരു സമുദായമാണ്. അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട്. അവർ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല. سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. അവർ ആദ്യം നിലനിന്നിരുന്ന അവരുടെ കിബിലയിൽ നിന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞത് എന്താണെന്ന് ജനങ്ങളിൽ നിന്നുള്ള ഭോഷന്മാർ ചോദിക്കും. പറയുക, കിഴക്കും പടിഞ്ഞാറും എല്ലാം അല്ലാഹുവിൻ്റേതാണ്. താൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. മുസ്ലിങ്ങളെ, എപ്രകാരം നാം നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തന്നുവോ അതേ പ്രകാരം നിങ്ങളെ നാം ഒരു ഉത്കൃഷ്ട സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ മറ്റു മനുഷ്യരുടെ മേൽനോട്ടക്കാരാകുന്നതിനും ഈ പ്രവാചകൻ നിങ്ങളുടെ മേൽനോട്ടക്കാരനാകുന്നതിനും വേണ്ടി നീ ലക്ഷ്യമാക്കിയിരുന്ന ഖിബിലയെ നാം നിശ്ചയിച്ചിരുന്നത് ഈ പ്രവാചകനെ പിന്തുടരുന്നവനെ തന്റെ കൊതികാലുകളിൽ പിന്തിരിഞ്ഞു കളിയുന്നവനിൽ നിന്നു വേർതിരിച്ചറിയുന്നതിനു മാത്രമായിരുന്നു. അല്ലാഹു സന്മാർഗത്തിലാക്കിയിട്ടുള്ളവർക്കല്ലാതെ മറ്റുള്ളവർക്ക് ഇക്കാര്യം പ്രയാസകരം തന്നെയാണ്. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കുകയില്ല. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുള്ളവനും അധികം കരുണ ചെയ്യുന്നവനുമാകുന്നു. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. നിന്റെ മുഖം ശ്രദ്ധ കൂടെ ആകാശത്തേക്ക് തിരിയുന്നത് നാം കാണുന്നുണ്ട്. തന്മൂലം നീ തൃപ്തിപ്പെടുന്ന ഒരു ഖിബിലയുടെ നേർക്ക് തീർച്ചയായും നാം നിന്നെ തിരിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ മുഖം പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിനു നേരെ തിരിക്കുക. മുസ്ലിങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും അതിൻ്റെ നേർക്ക് നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുക. ഇത് ഖിബില മാറ്റുന്നതിനുള്ള കൽപ്പന തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് ഗ്രന്ഥം തൗറാത്ത് നൽകപ്പെട്ടവർക്ക് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. وَلَئِنْ أَتَيْتَ الَّذِينَ أُوتُوا الْكِتَابَ بِكُلِّ آيَةٍ مَا تَبِعُوا قِبْلَتَكَ وَمَا أَنْتَ بِتَابِعٍ قِبْلَتَهُمْ وَمَا بَعْضُهُمْ بِتَابِعٍ قِبْلَةَ بَعْضٍ
ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. നിനക്ക് മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരുടെ അടുക്കൽ നീ സകല ദൃഷ്ടാന്തങ്ങളും കൊണ്ടു ചെന്നാലും അവർ നിന്റെ കിബിലയെ പിൻപറ്റുകയില്ല. അവരുടെ കിബിലയെ നിനക്കും പിൻപറ്റാനാവുകയില്ല. അവരിൽ ചിലർ മറ്റു ചിലരുടെ കിബിലയെ പിൻപറ്റുന്നവരുമല്ല. നിനക്ക് ദിവ്യമായ അറിവ് വന്നു കിട്ടിയ ശേഷം നീ അവരുടെ സ്വേച്ഛകളെ പിന്തുടരുകയാണെങ്കിൽ അപ്പോൾ നിശ്ചയമായും നീ അധർമ്മകാരികളിൽ ഉൾപ്പെട്ടവനായിരിക്കും. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. നാം ഗ്രന്ഥം നൽകിയിട്ടുള്ളവർ തങ്ങളുടെ പുത്രന്മാരെ തിരിച്ചറിയുന്നതുപോലെ ഇത് ഈ സത്യം അറിയുന്നുണ്ട്. പക്ഷേ അവരിൽ ഒരു വിഭാഗക്കാർ അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുക തന്നെ ചെയ്യുന്നു. الحق من ربك فلا تكونن من الممترين. നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യമാണിത്. അതുകൊണ്ട് നീ ഒരിക്കലും സംശയാലുക്കളിൽ അകപ്പെട്ടു പോകരുത്. ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير. ഓരോരുത്തനും ഓരോ ലക്ഷ്യമുണ്ട്. അതിൻ്റെ നേർക്ക് അവൻ തൻ്റെ ശ്രദ്ധ മുഴുവൻ തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്കാര്യങ്ങളിൽ അഹമഹമികയാ മുന്നേറുക. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാകുന്നു. ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. നീ എവിടെ നിന്നു പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിന്റെ മുഖം ശ്രദ്ധ തിരിക്കുക. നിശ്ചയമായും നിന്റെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെയാണിത്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. നീ എവിടെ നിന്നു പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിന്റെ നേർക്ക് നിന്റെ മുഖം ശ്രദ്ധ തിരിക്കുക. മുസ്ലിങ്ങളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങളെ അതിനു നേരെ തിരിക്കുക. ജനങ്ങൾക്ക് അവരിൽ നിന്ന് അധർമ്മം പ്രവർത്തിച്ചവരൊഴികെ മറ്റുള്ളവർക്ക് നിങ്ങൾക്കെതിരായ ഒരു എതിർന്യായവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അവരെ അധർമ്മകാരികളെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. ഈ ആജ്ഞയാകട്ടെ എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തീകരിക്കുന്നതിനും നിങ്ങൾ നേർവഴി പ്രാപിക്കുന്നതിനും വേണ്ടിയാകുന്നു. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون.
നിങ്ങൾക്ക് നമ്മുടെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുകയും നിങ്ങളെ സംസ്കരിക്കുകയും നിങ്ങൾക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിച്ചു തരികയും നിങ്ങൾ മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ നാം നിങ്ങളിൽ നിയോഗിച്ചതുപോലെ കഅബയെ നാം നിങ്ങൾക്ക് കിബിലയായി അംഗീകരിച്ചിരിക്കുന്നു. ഫദ്കുറൂനി അദ്കുർകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. അതുകൊണ്ട് ഞാൻ ഇത്രയും അനുഗ്രഹം ചെയ്യുന്നവനായിരിക്കെ നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. എന്നോട് കൃതജ്ഞത കാണിക്കുവിൻ, എന്നോട് നന്ദികേട് കാണിക്കരുത്. يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. വിശ്വസിച്ചവരെ, നിങ്ങൾ സഹനവും പ്രാർത്ഥനയും വഴി സഹായം തേടുവിൻ. നിശ്ചയമായും അല്ലാഹു സഹനശീലരുടെ കൂടെയാകുന്നു. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് മരിച്ചവരെന്നു നിങ്ങൾ പറയരുത്. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷേ നിങ്ങൾ അത് ഗ്രഹിക്കുന്നില്ലെന്നു മാത്രം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قالوا إنا لله وإنا إليه راجعون. അല്പമൊക്കെ ഭയം, വിശപ്പ്, ധനനഷ്ടം, ജീവനഷ്ടം, ഫലനഷ്ടം എന്നിവയിലൂടെ നിശ്ചയമായും നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. തങ്ങൾക്ക് വല്ല ആപത്തും നേരിടുമ്പോൾ പരിഭ്രമിക്കാതെ, നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരും അവനിലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്ന് പറയുന്ന സഹനശീലർക്ക് നീ സുവാർത്ത അറിയിക്കുക. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മഹ് വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കാണ് തങ്ങളുടെ നാഥനിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുക. സന്മാർഗം പ്രാപിച്ചിട്ടുള്ളവരും അവർ തന്നെ. ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത ഔ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ومن تطوع خيرا فإن الله شاكر عليم. നിശ്ചയമായും സഫായും മർവായും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് വല്ലവനും ആ കഅബ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്നുവെങ്കിൽ അപ്പോൾ അവയ്ക്കിടയിൽ പ്രദക്ഷിണം ചെയ്യുന്നതിൽ അവന് കുറ്റമൊന്നുമില്ല. ആരെങ്കിലും സ്വമേധയാ നന്മ ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും അല്ലാഹു അതിനെ വിലമതിക്കുന്നവനും എല്ലാം നന്നായി അറിയുന്നവനുമാകുന്നു. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. നാം അവതരിപ്പിച്ച സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളെയും മാർഗദർശനത്തെയും ഈ ഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് നാം അത് വിശദീകരിച്ചു കൊടുത്ത ശേഷം ആരത് മറച്ചുവെക്കുന്നുവോ നിശ്ചയമായും അക്കൂട്ടരെ അല്ലാഹു ശപിക്കുന്നതാണ്. മറ്റു ശപിക്കുന്നവരും അവരെ ശപിക്കുന്നതായിരിക്കും. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ ഫഉലൈക അതൂബു അലൈഹിം വഅന അത്തവ്വാബുർ റഹീം.
എന്നാൽ പശ്ചാത്തപിക്കുകയും സ്വജീവിതം നന്നാക്കുകയും മറച്ചുവെച്ച സത്യം വെളിപ്പെടുത്തുകയും ചെയ്യുന്നവർ അതിലുൾപ്പെടുകയില്ല. അവരുടെ നേരെ ഞാൻ കാരുണ്യത്തോടെ തിരിയുന്നതാണ്. എന്റെ ദാസരുടെ നേരെ ഞാൻ സർവദാ കാരുണ്യത്തോടെ തിരിയുന്നവനും അതീവ ദയാലുവുമാകുന്നു. ഇന്നല്ലദീന കഫറൂ വമാതൂ വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅ്നതുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. സത്യത്തെ മനഃപൂർവ്വം നിഷേധിക്കുകയും നിഷേധികളായിരിക്കെ തന്നെ മരിക്കുകയും ചെയ്തവരുടെ മേൽ തീർച്ചയായും അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയുമെല്ലാം ശാപമുണ്ടാകുന്നതാണ്. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ. അവരതിൽ ആ ശബ്ദാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. അവർക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് അവധി നൽകപ്പെടുന്നതുമല്ല. വഇലാഹുകും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു. പരമകാരുണികനും കരുണാമയനുമായ അവനല്ലാതെ വേറൊരാരാധ്യനുമില്ല. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും മനുഷ്യർക്ക് പ്രയോജനപ്രദമായ വസ്തുക്കളും കൊണ്ട് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും മേഘങ്ങളിൽ നിന്നു അല്ലാഹു വെള്ളമിറക്കി ഭൂമിയെ അത് നിർജീവമായി കിടന്ന ശേഷം സജീവമാക്കുകയും അതിലെല്ലാത്തരം ജീവജാലങ്ങളെയും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതിലും കാറ്റുകളുടെ ഗതിവിഗതികളിലും ആകാശഭൂമികൾക്കിടയിൽ അധീനമാക്കപ്പെട്ടിട്ടുള്ള മേഘങ്ങളിലും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് നിശ്ചയമായും പലവിധ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. അല്ലാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്നവരായി മനുഷ്യരിൽ ചിലരുണ്ട്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവർ അവരെ സ്നേഹിക്കുന്നു. സത്യവിശ്വാസികളാകട്ടെ അല്ലാഹുവിനോട് ഏറ്റവും അധികം സ്നേഹമുള്ളവരാകുന്നു. അധർമ്മം പ്രവർത്തിച്ചവർ ശിക്ഷ കൺമുമ്പിൽ കാണുമ്പോഴുള്ള അവസ്ഥ വല്ല പ്രകാരത്തിലും ഇപ്പോൾ കാണുകയാണെങ്കിൽ സകല ശക്തിയും അല്ലാഹുവിനാണെന്നും നിശ്ചയമായും അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും മനസ്സിലാക്കുമായിരുന്നു. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. പിന്തുടരപ്പെട്ടവർ പിന്തുടർന്നവരെ, അതായത് നേതാക്കൾ അനുയായികളെ വിട്ടൊഴിയുകയും അവർ ശിക്ഷ കാണുകയും അവർക്ക് രക്ഷാമാർഗങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന അവസരം. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم
وما هم بخارجين من النار. നേതാക്കളെ പിന്തുടർന്നവർ പറയും, ലോകത്തേക്ക് തിരിച്ചു പോകുവാൻ ഞങ്ങൾക്കൊരവസരം ലഭിച്ചുവെങ്കിൽ അവർ ഞങ്ങളെ കൈവിട്ടതുപോലെ ഞങ്ങൾക്ക് അവരെയും ഉപേക്ഷിക്കാമായിരുന്നു. ഇപ്രകാരം അല്ലാഹു അവരുടെ കർമ്മഫലങ്ങളെ അവർക്ക് ദുഃഖകരങ്ങളായി കാണിക്കും. അവരാകട്ടെ നരകാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമല്ല. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് നിയമാനുസൃതവും ശുദ്ധവുമായത് നിങ്ങൾ ഭക്ഷിക്കുവിൻ. പിശാചിന്റെ ചവിട്ടടികളെ നിങ്ങൾ പിൻപറ്റരുത്. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു. إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون. ദുഷ്കൃത്യത്തിനും നീചപ്രവർത്തനത്തിനും നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കറ്റുകെട്ടിപ്പറയുന്നതിനും മാത്രമാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുക. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിനെ നിങ്ങൾ പിൻപറ്റുകയെന്ന് അവരോട് പറയപ്പെടുമ്പോൾ, അല്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഏതൊരു മാർഗത്തിൽ ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുകയെന്നവർ പറയുന്നു. എന്ത്, അവരുടെ പൂർവ്വപിതാക്കന്മാർ യാതൊന്നും ഗ്രഹിക്കാത്തവരും നേർമാർഗം പ്രാപിക്കാത്തവരുമായിരുന്നാൽ പോലും അവരെ തന്നെയാണോ പിൻപറ്റുക?